ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന റസ്കിൻ ബോണ്ടിൻ്റെ കഥയുടെ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് അത് കാണാൻ പറ്റും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇന്ന് ഞാൻ പാർട്ട് 2 ആണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് പാർട്ട് 1ൻ്റെ ഒരു ജിസ്റ്റ് ഓഫ് ഐഡിയ ഞാൻ തരാം. റസ്കിൻ ബോണ്ട് തൻ്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കൂടെ ചെറുപ്പകാലം കഴിഞ്ഞുകൂടുന്ന സമയത്ത് ഒരു ആൽമരത്തെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ പറയുന്നത്. വസന്തകാല സമയത്ത് ഒരുപാട് പക്ഷികളും അവിടേക്ക് പറന്നു വരികയാണ്. കൂടാതെ ഒരു അണ്ണാൻകുട്ടിയുമായിട്ട് ചങ്ങാത്തത്തിൽ ഏർപ്പെടുകയും പിന്നെ ആ ആൽമരത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഒരു വേനൽക്കാലത്തിൻ്റെ അവസാനത്ത് റസ്കിൻ ബോണ്ടിൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം അന്ന് അവിടെ അരങ്ങേറി. ആ സംഭവത്തെ പറ്റിയാണ് പാർട്ട് 2 പറയുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. ഇവിടെ പറയുന്നു നോക്കൂ, ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര. ആ ഒരു സമയത്ത് ഞാൻ കണ്ടു ഒരു മംഗൂസിനെയും, മംഗൂസ് എന്ന് പറഞ്ഞാൽ കീരിയാണ്, കീരിയും അതുപോലെ കോബ്ര ഒരു മൂർഖനെയും ഞാൻ കണ്ടു. ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ, ആ പൂന്തോട്ടത്തിൽ അവർ പരസ്പരം മരണം വരെ പോരാടുന്നത് ഞാൻ കണ്ടു. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി അബവ് ദം ഇൻ ദ ബനിയൻ ട്രീ, ഞാൻ അവരുടെ നേരെ മുകളിലായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. അതായത് ഇതൊരു ഏപ്രിൽ ആഫ്റ്റർനൂൺ ആണ്, നല്ല വേനൽക്കാലമാണ്. ആൻഡ് ദ വാം ബ്രീസസ്, നല്ല ചൂടുള്ള കാറ്റിലെ അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻറ്റ് എവരി വൺ ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്. അതായത് നല്ല ചൂടുള്ള കാറ്റടിക്കുന്നുണ്ട്, എല്ലാവരെയും മുത്തശ്ശനടക്കം ഇൻഡോർ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. കാരണം ചൂടാണ്, അകത്ത് ആണ് നിൽക്കുന്നത്, പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. അതായത് എനിക്കൊരു ഡ്രൗസി ഫീലിംഗ്, ഡ്രൗസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉറക്കം വരുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഐ ഷുഡ് ഗോ ടു ദ പോണ്ട്, ഒരു കുളത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. എവിടെയാണ്? ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം, അല്ലേ, ഒന്ന് നീന്താൻ വേണ്ടി എൻ്റെ വീടിന് പിറകെയുള്ള കുളത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര gliding out of a clump of cactus and making for some cooler part of the garden. ഈ ഒരു സമയത്താണ് ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു സമയത്താണ് ഞാൻ വലിയൊരു കരിമൂർക്കനെ കണ്ടത്. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് എ ക്ലംബ് ഓഫ് കാക്ടസ്, അതായത് കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടിയിലെ, കള്ളിമുൾച്ചെടിയുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് വരുന്നത് ഞാൻ കണ്ടത്, അല്ലേ. മേക്കിംഗ് ഫോർ സം കൂൾ പാർട്ട് ഓഫ് ദ ഗാർഡൻ, അതായത് ആ ഗാർഡനിൽ എവിടെയെങ്കിലും തണുത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലേ, ഈ ഒരു കരിമൂർക്ക പുറത്തേക്ക് ഇങ്ങനെ ഇഴഞ്ഞ് വന്നതാണ്. അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് തന്നെയാണ് എ മംഗോസ് ഹും ഐ ഹാഡ് ഓഫൺ സീൻ, അതായത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഒരു മംഗൂസിനെ, ആ ഒരു കീരിയെ, എമേർജ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻ സ്ട്രേറ്റ് ഫോർ ദ കോബ്ര. അതായത് ഈ പാമ്പ് പുറത്തേക്ക് ഇറങ്ങി അതേ സമയത്ത് തന്നെ മംഗൂസും പെട്ടെന്ന് ആ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ട് ഈ ഒരു കോബ്രയുടെ ഫ്രണ്ടിൽ പോയിട്ട് നിന്നു. In a clearing beneath the tree, in bright sunshine, they came face to face. അതായത് ആ തെളിഞ്ഞ ആ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കണ്ട കാഴ്ച, ദേ കെയിം ഫേസ് ടു ഫേസ്, അവർ രണ്ടുപേരും മുഖാമുഖം നിൽക്കുകയാണ്. കാരണം പാമ്പും കീരിയും വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്കറിയാം. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. അപ്പോൾ കോബ്ര ഇങ്ങനെ തൻ്റെ ശത്രുവിനെ ഇങ്ങനെ അളക്കുകയാണ്, അല്ലെ, എന്താണ്, ഗ്രേ മംഗൂസ്, ചാര നിറത്തിലുള്ള ആ ഒരു കീരിയെ പറ്റി, അല്ലേ, അളക്കുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. 3 feet long, 3 അടി നീളമുണ്ട്. വാസ് എ സൂപ്പർ ഫൈറ്റർ, നല്ലൊരു ഫൈറ്ററാണ്, അല്ലേ. ഫൈറ്റർ എന്താ, നല്ല യോദ്ധാവാണ് അർത്ഥം. ആൻഡ് അഗ്രസീവ്, എന്താ അഗ്രസീവ് എന്ന് പറഞ്ഞാൽ നല്ല ചുറുചുറുക്കുള്ള അക്രമ സ്വഭാവമുള്ള ഒരാളാണെന്ന് മനസ്സിലായി. ബട്ട് ദ കോബ്ര വാസ് എ സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. പക്ഷേ പാമ്പും അത്ര പിറകിലൊന്നുമല്ല, നല്ല സ്കിൽഫുൾ, നല്ല കഴിവുള്ള, നല്ല എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഫൈറ്റർ തന്നെയാണ്, അല്ലേ. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി, വളരെ വേഗത്തിൽ പാമ്പിന് ചലിക്കാൻ കഴിയും, അല്ലേ. എങ്ങനെയാണ്? വിത്ത് ദ സ്പീഡ് ഓഫ് എ ലൈറ്റ്, ഒരു വെളിച്ചത്തിൻ്റെ വേഗതയിൽ, പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഈസ് ലോങ് ഷാർപ്പ് ഫാങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ഷാർപ്പ് ഫാങ്സ് ഉണ്ട്, നല്ല നീളമുള്ള കൂർത്ത പല്ലുകൾക്ക് പിറകിലായിട്ട് സാക്ക്, ഒരു സഞ്ചിയുണ്ട്. അതിലെന്താ ഉള്ളത്? ഒരു ഫുൾ ഓഫ് ഡെഡ്ലി വെനം, അതിൽ നിറച്ചും നല്ല മാരകമായിട്ടുള്ള വിഷമുണ്ട്. അപ്പോൾ രണ്ടാളുകളുടെയും പോസിറ്റീവായുള്ള കാര്യങ്ങൾ പറയാണ്. കീരിയുടെ കാര്യം പറഞ്ഞു, പാമ്പിൻ്റെ കാര്യം പറഞ്ഞു. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇനി അല്ലേ, യോദ്ധാക്കളുടെ യുദ്ധമാണ് വരാൻ പോകുന്നത്. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of
his 6 feet off the ground and spread his broad spectacled hood. ഇനി നോക്കൂ, ഹിസ്സിങ് ഡിഫിയൻസ്, അതായത് പാമ്പ് അല്ലേ ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ ആ പാമ്പ് ചീറ്റിയ ശബ്ദം ഉണ്ടാക്കി എന്നിട്ടോ അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ്. ഹിസ് ഫോക്ക് ടങ്, അവൻ്റെ പാമ്പിൻ്റെ നാവ് രണ്ടായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഫോക്ക് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, ആ രണ്ടായി പിരിഞ്ഞ നാവ് അകത്തേക്കും പുറത്തേക്കും ഇട്ട് പാമ്പ് ഇങ്ങനെ നിൽക്കണം. ദ കോബ്ര റേസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്, അതായത് 6 അടി നീളമുള്ള പാമ്പ് 3 അടിയോളം തല ഉയർത്തി നിൽക്കുകയാണ്. ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടക്കിൾ ഹുഡ്, അവൻ്റെ ആ വിശാലമായിട്ടുള്ള സ്പെക്ടക്കിൾ കണ്ണാടി പോലെയുള്ള അവൻ്റെ പത്തി ഇങ്ങനെ വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ് പാമ്പ്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, മംഗൂസ് എന്ത് ചെയ്തു, തൻ്റെ വാല് ഉയർത്തി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്, അവൻ്റെ മുതുകിലുള്ള ആ നീളത്തിലുള്ള മുടി എണീറ്റ് നിന്നു. ഇൻ ദ പോസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ and save him from his bites that would have been fatal to others. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ ഈ ഒരു കീരിയെ സംരക്ഷിക്കുന്നത് അവൻ്റെ മുതുകിലുള്ള എത്ര നീളത്തിലുള്ള രോമങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ പാമ്പും കീരിയും മുഖാമുഖം നിൽക്കണം. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of the 2 other spectators. അതായത് പാമ്പും കീരിയും താഴെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവരൊരിക്കലും എൻ്റെ സാന്നിധ്യം അറിയുന്നില്ല. പക്ഷെ അവർ ബാക്കിയുള്ള 2 പേരുടെ, അപ്പോൾ ആരൊക്കെയാണ്, ദേ സൂൺ ബിക്കെയിം അവെയർ ഓഫ് ദ അറൈവൽ ഓഫ് 2 അതർ സ്പെക്ടേറ്റേഴ്സ്, ബാക്കിയുള്ള 2 ആളുകളുടെ 2 കാണികളുടെ ആഗമനം അവർ തിരിച്ചറിഞ്ഞു. വൺ വാസ് എ മൈന, ഒന്നൊരു മൈനയായിരുന്നു. ആൻഡ് അതർ വാസ് എ ജംഗിൾ ക്രൗ, ഒന്ന് കാട്ടിലെ കാക്കയായിരുന്നു. ഒരു കാട്ടിലെ കാക്കയും ഒരു മൈനയാണ് അവിടെ കാണികളായിട്ട് വന്നിട്ടുള്ളത്. നോട്ട് ദ വെല്ലി അർബൻ ക്രൗഡ്, അതായത് നല്ല ബുദ്ധിയുള്ള നഗരത്തിലെ കാക്കയല്ല കേട്ടോ, കാട്ടിലെ കാക്കയാണ്. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ് ഫോർ ബാറ്റിൽ ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. അതായത് അവർ 2 പേരും അല്ലേ, ഈ നമ്മുടെ പാമ്പും ഈ പറയുന്ന കീരിയും തമ്മിലുള്ള സംഘടനം കാണാൻ വേണ്ടി അവരെ കാക്ടസ്, ആ കള്ളിമുൾച്ചെടിയുടെ മുകളിൽ ഇരിപ്പുറപ്പിച്ചു. Had they been content only to watch, or would have been well with both of them. അവർക്ക് ആ യുദ്ധം കാണുന്നത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുമെന്ന് പറയണം. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. അതായത് കോബ്ര വളരെ ഡിഫെൻസീവായിട്ട് പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. സ്വിങ് സ്ലാവ്ലി ഫ്രം സൈഡ് ടു സൈഡ്, 2 ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് അല്ലേ, തല 2 ഭാഗത്തേക്ക് ചെരിക്കുകയാണ്. ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്, അതായത് കീരിയുടെ തെറ്റായിട്ടുള്ള ആക്രമണത്തിന് വേണ്ടിയിട്ട് തല 2 ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻറ്റ്, പക്ഷേ തൻ്റെ പ്രതിയോഗിയുടെ കഴിവ് മനസ്സിലാക്കിയ മംഗൂസ് എന്ത് ചെയ്തില്ല, ഗ്ലാസി അൺവിങ്കിങ് ഐസ്, അതായത് വളരെ തിളക്കമുള്ള ആ കണ്ണുകൾ അടയാത്ത കണ്ണിലേക്ക് ഒരിക്കലും നമ്മുടെ മംഗൂസ് നോക്കിയില്ല. ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം, കാരണം കണ്ണുകൾ ഒരിക്കലും പാമ്പിന്റെ കണ്ണിൽ ഉടക്കാൻ സമ്മതിച്ചില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. അത് പകരമായിട്ട് ഈ മംഗൂസ് ചെയ്ത കാര്യം എവിടെ പോയിന്റ് ചെയ്ത്, ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ്, അതായത് കോബ്രയുടെ പത്തിക്ക് താഴെയുള്ള ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് കീരി അറ്റാക്കിംഗ് തുടങ്ങിയത് എന്ന് പറയുന്നു. മൂവിങ് ഫോർവേഡ് quickly until he was just within the cobra's reach, he made a feint to one side. Moving forward quickly, വളരെ വേഗത്തിൽ കീരി പാമ്പിന്റെ അടുത്തേക്ക് ചെന്നു. until he was just within the cobra's reach, കോബ്രയുടെ ആ പരിധിയിലെ അടുത്തേക്ക് ചെന്നിട്ട് he made a feint to one side. feint എന്ന് പറഞ്ഞാൽ വളരെ വ്യാജമായിട്ട് ഒരു ആക്രമണം ഒരു ഭാഗത്തേക്ക് നടത്തി. immediately the cobra struck, കോബ്ര പെട്ടെന്ന് തന്നെ സ്ട്രക്ക് ചെയ്തു, പ്രഹരിച്ചു. His great hood came down so swiftly, അവൻ്റെ ആ പത്തി വളരെ വേഗത്തിൽ താഴേക്ക് വന്നു. That I thought nothing could save the mongoose. ഈ സമയത്ത് മരത്തിൻ്റെ മുകളിൽ നിന്ന് റെസ്ക്യൂ ബോണ്ട് വിചാരിക്കുകയാണ്, നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്, ഒരാൾക്കും ഈ മംഗൂസിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചു. ബട്ട് ദ ലിറ്റിൽ ഫെലോ ജംപ് നീറ്റ്ലി ടു വൺ സൈഡ്, വളരെ വ്യക്തമായ രീതിയിൽ മംഗൂസ് ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞു മാറി. അപ്പോൾ മൂർഖന്റെ പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. And dart in as swiftly as the cobra, കോബ്രയുടെ അതേ വേഗത്തിൽ biting the snake on the back and darting away again out of reach. അതായത് പാമ്പിന്റെ അതേ വേഗത്തിൽ തന്നെ പാമ്പിന്റെ പിറകിൽ കീരി വന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു, ബൈറ്റിംഗ് കടിച്ചു, എന്നിട്ട് അതേ വേഗത്തിൽ പിടികൊടുക്കാതെ ഓടി രക്ഷപ്പെട്ടു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ഈ കോബ്ര സ്ട്രക്ക് ചെയ്ത പ്രഹരിച്ച അതേ സമയത്തിൽ തന്നെ ദ ക്രൗ ആൻഡ് ദ മൈന ഹോൾഡ് ദംസെൽഫ് അറ്റ് ഹിം ഓൺലി ടു കൊളൈഡ് ഹെവിലി ഇൻ ദ മിഡ് എയർ. ഈ സമയത്ത് പാമ്പ് കീരി ആക്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ മൈനയും
ക്രൗ കാക്കയും ഒരുമിച്ച് പറന്നു വന്നു. കൊളൈഡ് എന്ന് പറഞ്ഞാൽ അവർ കൂട്ടിയിടിച്ചു. ഹെവിലി ഇൻ ദ മിഡ് എയർ, ആ എയറിൽ വെച്ചിട്ട് അവർ കൂട്ടിയിടിച്ചു. സ്ട്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ, പരസ്പരം അലറി വിളിച്ചു. ദ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, അവർ തിരിച്ച് ആ കള്ളിമുള്ളിൽ ചെടിയുടെ അടുത്ത് വന്നിരുന്നു. അതായത് ഈ പാമ്പ് എപ്പോഴാണോ കീഴടുത്തേക്ക് ആക്രമിക്കാൻ ചെല്ലുന്നത് ആ സമയത്ത് ഇവർ രണ്ടുപേരും വന്ന് ജസ്റ്റ് മിഡ് എയറിൽ വന്ന് കൂട്ടിയിടിച്ച് തിരിച്ച് അവിടെ തന്നെ വന്നിരിക്കും. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റൺ ഓൺ ദ കോബ്രാസ് ബാക്ക്, ഈ സമയത്ത് പാമ്പിന്റെ പിറകിലായിട്ട് ഗ്ലിസ്റ്റൺ തിളങ്ങുന്നുണ്ട്, കുറച്ച് ചോരത്തുള്ളികൾ, അതായത് കീരി പ്രഹരിച്ച ആ ഭാഗത്ത് ചോര പൊടിയുന്നുണ്ട്. ദ കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്, രണ്ടാമതും കോബ്ര പ്രഹരിച്ചു പക്ഷെ രക്ഷപ്പെട്ടു. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് എസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്, പഴയ പോലെ തന്നെ കോബ്ര ഒഴിഞ്ഞു മാറി പാമ്പിന്റെ പിറകിൽ വന്ന് പ്രഹരിച്ചു. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. പതിവ് പോലെ തന്നെ ഈ മൈനയും കാക്കയും പറന്നു വന്നു, പരസ്പരം ശൂന്യതയിൽ വെച്ച് കൂട്ടിയിടിച്ചു, ശബ്ദമുണ്ടാക്കി തിരിച്ച് അവരെ സേഫ്റ്റി ആയിട്ട് അവരെ കാക്ടസിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ പാമ്പും കീരി ആക്രമിക്കാൻ വരുന്നുണ്ടോ അപ്പോഴൊക്കെ മൈനയും കാക്കയും അവരുടെ മുകളിൽ പറന്നു വന്ന് പരസ്പരം അവരും കൂട്ടിയിടിച്ച് അവിടെ വന്ന് തിരിച്ച് അവരുടെ സ്ഥലങ്ങളിൽ വന്നിരിക്കുകയാണ്. ദ തേർഡ് റൗണ്ട് ഫോളോ ദ സെയിം കോഴ്സ്, മൂന്നാം റൗണ്ടും ഇതുപോലെ തന്നെ നടന്നു. ആസ് ദ ഫസ്റ്റ് നടന്നു അതേപോലെ തന്നെ, ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്, പക്ഷെ ഒരു നാടകീയമായുള്ളൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ദ ക്രൗ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമൈൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. അതായത് സാധാരണ അവരുടെ പ്രൊസീഡിങ്സ് പോലെ തന്നെ അവർ വന്നു പരസ്പരം കൂട്ടിയിടിച്ചു തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ബട്ട് ദിസ് ടൈം, ഈ സമയത്ത് ദേ മിസ്ഡ് ഈച്ച് അതർ, പരസ്പരം പറന്നു വന്ന സമയത്ത് അവർ കൂട്ടിയിടിക്കാൻ പറ്റിയില്ല, അവരുടെ മാർക്ക് അവർക്ക് തെറ്റിപ്പോയി. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച് ഇറ്റ്സ് പെർച്ച്, തിരിച്ച് മൈന അവരുടെ സ്ഥലത്ത് തന്നെ പോയിരുന്നു. ബട്ട് ദ ക്രൗഡ് ട്രൈ ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്, പക്ഷേ കാക്ക തിരിഞ്ഞ് തൻ്റെ ഭാഗത്തേക്ക് തിരിയാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ഇൻ ദ സെക്കൻഡ്, ആ ഒരു സമയത്ത് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, ദ കോബ്ര വൈപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, ഹിസ് നോട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രൗസ് ബോഡി. അതായത് ഈ കാക്ക തിരിഞ്ഞു പോകാൻ ഉദ്ദേശിച്ച അതേ സമയത്ത് തന്നെ അതേ സെക്കൻഡിൽ തന്നെ കോബ്ര എന്ത് ചെയ്തു? വൈപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, തല പിറകിലേക്ക് വലിച്ചു ആഞ്ഞു ശക്തിയായിട്ട് പ്രഹരിച്ചു. ഹിസ് നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രൗസ് ബോഡി, വളരെ ശക്തിയിൽ ഈ പാമ്പിന്റെ തല വന്നിട്ട് കാക്കയുടെ ശരീരത്തിൽ വന്നടിച്ചു. I saw the bird flung nearly 20 feet across the garden. എനിക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്, മരത്തിന് പോകുന്ന റസ്കിൻ ബോണ്ട് കാണാൻ കഴിയുന്നുണ്ട്. ഏകദേശം 20 feet across, 20 അടി നീളത്തിൽ ആ പൂന്തോട്ടത്തിലൂടെ കാക്ക പറന്നുപോയി. Where the after fluttering about for a while it lay still, കുറച്ചു നേരം അവിടെ കിടന്ന് ആ കാക്ക ജസ്റ്റ് ഒന്ന് പിടഞ്ഞു. It lay still, അത് നിശ്ചലമായി. The myna remained on the cactus plant, മൈന ഇപ്പോഴും ആ കാക്ടസ് പ്ലാന്റിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. വെരി വൈസ്ലി റിഫ്രൈൻ ഫ്രം ഇന്റർഫറിങ് അഗെയിൻ, വളരെ ബുദ്ധിപരമായിട്ട് റിഫ്രൈൻ പിന്തിരിഞ്ഞു, ഫ്രം ഇന്റർഫറിങ് അഗെയിൻ, ഒരിക്കൽ കൂടി അവരുടെ ആ സംഘട്ടനത്തിലേക്ക് ഇടപെടാതെ വളരെ ബുദ്ധിപരമായിട്ട് മൈന മാറിയിരുന്നു. ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. അതായത് ഓരോ തവണ കോബ്രയുടെ പ്രഹരം ഏൽക്കുമ്പോഴും പാമ്പ് എന്ത് ചെയ്തു? പതിയെ പതിയെ ക്ഷീണിച്ചു വരാൻ തുടങ്ങി. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, അതായത് ഒരു പേടിയില്ലാതെ മംഗൂസ് ആ കോബ്രയുടെ അടുത്തേക്ക് എത്താൻ തുടങ്ങി. കാരണം പതിയെ പതിയെ കോബ്രയുടെ ശക്തി ഇങ്ങനെ ക്ഷയിച്ചു വരികയാണ് അല്ലേ, അതിനനുസരിച്ച് മംഗൂസ് ശക്തിയായിട്ട് പ്രഹരിക്കുന്നുണ്ട്. ആൻഡ് റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, അവന്റെ ചെറിയ കാലുകളിൽ അവൻ ഇങ്ങനെ നിവർന്നു നിന്നു. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്, അതായത് അവന്റെ ചെറിയ കാലുകൾ ഉയർന്നു നിന്നിട്ട് ഒരു മിന്നൽ വേഗത്തിൽ ഒരു കടിയിലൂടെ ആ തടിയൻ പാമ്പിന്റെ തല അവന്റെ വായ്ക്കുള്ളിലാക്കി. അതായത് പാമ്പിന്റെ തല കീരിയുടെ വായ്ക്കകത്തായി നടത്തും. The cobra writhed and lashed about in a frightening manner and even curled itself about the mongoose. അതായത് ഈ കീരി പാമ്പിന്റെ തല കടിച്ചപ്പോൾ പാമ്പ് എന്ത് ചെയ്ത്? റിതേഡ് എന്ന് പറഞ്ഞാൽ വേദന കൊണ്ട് പൊളഞ്ഞു. ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ, പേടിച്ചുകൊണ്ട് ഇങ്ങനെ വളഞ്ഞു പൊളയാൻ തുടങ്ങി. ആൻഡ് ഈവൻ കോൾഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്, കൂടാതെ ആ വേദന കാരണം അവൻ എന്ത് ചെയ്തു? ഈ മംഗൂസിനെ പതിയെ ചുറ്റി വരിയാൻ തുടങ്ങി. വല്ല കാര്യമുണ്ടോ? ഇല്ല. ബട്ട് ആൾ ടു നോ അവയിൽ, ഒരു കാര്യമില്ല. കാരണം പാമ്പിന്റെ തല കീരിയുടെ വായ്ക്കകത്ത്, അതുകൊണ്ട് പാമ്പിന് എന്ത് ചെയ്തു കഴിഞ്ഞാലും കീരിക്ക് അത് പ്രഹരമേൽക്കില്ല. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിമിലി ഓൺ, ആ കിരി എന്ത് ചെയ്തു? പതിയെ ആ പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്നു. അണ്ടിൽ ദ സ്നേക്ക് ഹാഡ് സീസഡ് ടു സ്ട്രഗിൾ, പാമ്പിന്റെ പ്രതിരോധം അവസാനിക്കുന്ന വരെ കീരി എന്ത് ചെയ്തില്ല? ആ പാമ്പിന്റെ തല പുറത്തു വിട്ടില്ല. ആൻഡ് ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂറിംഗ് ലെങ്ത് ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ്സ് റൗണ്ട് ദ ഹുഡ് ഡ്രാഗ്ഡ്
ഇറ്റ് ഇൻ ടു ദ ബുഷസ്. അതായത് ഹി ദെൻ സ്മെൽറ്റ്, പാമ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ അതിന് മണത്ത് നോക്കി അല്ലേ, മൃഗങ്ങളുടെ ഒരു സ്വഭാവമാണ് കൃത്യമായിട്ട് മണത്ത് നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഹി ദെൻ സ്മെൽറ്റ് അലോങ് സ്ക്യൂറിംഗ് ലെങ്ത്, ആ വിറയ്ക്കുന്ന ശരീരം ഒന്ന് മണത്ത് നോക്കി. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്, അവൻ്റെ ഹുഡ് എന്താ പത്തിയിലേക്ക് കടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്, പതിയെ ആ കുറ്റിച്ചെടിയിലേക്ക് ഇങ്ങനെ വലിച്ചഴച്ച് കൊണ്ടുപോയി. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്. ഈ സമയത്ത് ഇതുവരെ കണ്ടിരുന്ന മൈന, അതായത് ഇവരെ സംഘടന കണ്ടിരുന്ന മൈന വളരെ ശ്രദ്ധാപൂർവം താഴത്തേക്ക് ഇറങ്ങി വന്നു. hopped about, peered into the bushes from a safe distance. വളരെ ദൂരത്ത് മാറിയിരുന്നിട്ട് വളരെ സുരക്ഷിതമായിട്ട് എന്താണ് ആ കുറ്റിക്കാട്ടിൽ സംഭവിക്കുന്നതെന്ന് മൈന ഒളിഞ്ഞു നോക്കി. peered എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നോക്കി. and then with a shrill of cry of congratulation flew away. എന്നിട്ട് അവിടുന്ന് നമ്മുടെ കീരിയെ അഭിനന്ദിച്ചുകൊണ്ട് ആ മൈന അവിടുന്ന് പറന്നുപോയി. അപ്പോൾ ആ സംഘടന മുഴുവൻ ഇരുന്ന് കണ്ടു, ബുദ്ധിപരമായിട്ട് നീങ്ങി, അവസാനം ആ കാഴ്ച കണ്ട് കീരിയെ അഭിനന്ദിച്ചു, അവിടുന്ന് പറന്നുപോയി. പക്ഷെ കാക്ക ഇവരുടെ സംഘടനയിൽ ഇടപെട്ടിട്ട് എന്ത് ചെയ്തു, അവസാനം മരിച്ചു വീഴാനുണ്ടായത്. അപ്പോൾ കാക്ക ബുദ്ധിയുള്ള കാക്കയല്ല അല്ലേ, പ്രത്യേകം പറയുന്നുണ്ട് നഗരങ്ങളിലെ കാക്കയല്ല, ഇത് ഗ്രാമത്തിലെ കാക്കയാണ് അല്ലേ, അതായത് കാട്ടിലെ കാക്കയാണ്. When I had also made a cautious descent from the tree and returned to the house. ഞാനും വളരെ ശ്രദ്ധാപൂർവമാണ് ആ മരത്തിന്റെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങിയത്. and returned to the house, അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. I told grandfather of the fight I had seen. ഞാൻ കണ്ട കാഴ്ചയെ പറ്റി മുത്തശ്ശനോട് പറഞ്ഞു. He was pleased that the mongoose had won. കാരണം മുത്തശ്ശൻ അല്ലേ ഈ കീരി വിജയിച്ചതിൽ മുത്തശ്ശന് സന്തോഷമായി. He had encouraged to it lie on the garden to keep away the snakes and fed it regularly with the scraps from the kitchen. അതായത് he had encouraged to live, അതായത് കീരിയെ ആ ഗാർഡനിൽ താമസിപ്പിക്കാനും അവിടെ ജീവിപ്പിക്കാനൊക്കെ മുത്തശ്ശന് വളരെ സന്തോഷമുണ്ട്. കാരണം ടു കീപ്പ് അവേ ദ സ്നേക്സ്, പാമ്പുകളെ അവിടുന്ന് അകറ്റി നിർത്താൻ പറ്റും. അപ്പോൾ കീരിയെ വളർത്തുകയാണെങ്കിൽ പാമ്പിനെ മാറ്റി നിർത്താൻ പറ്റുമെന്ന് മുത്തശ്ശന് അറിയാം. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചണിൽ നിന്ന് വരുന്ന അവശിഷ്ടങ്ങളൊക്കെ മുത്തശ്ശൻ കൃത്യമായിട്ട് ഈ കീരികൾക്ക് കൊടുക്കാറുണ്ട്. He had never tried taming it because wild mongoose was more useful than a domesticated one. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ ഒരിക്കലും ഈ ഒരു കീരിയെ ഇണക്കി വളർത്താൻ ശ്രമിച്ചിട്ടില്ല. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാട്ടിൽ വളർത്തുന്ന മംഗൂസ് ആണ് കൂടുതൽ ഉപകാരപ്രദം ഇതിനേക്കാൾ വീട്ടിൽ വളർത്തുന്നതിനേക്കാൾ. ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൺ സോ ദ മംഗൂസ് പെട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ. ചില സമയങ്ങളിൽ ഞാൻ ഈ ബനിയൻ ട്രീയുടെ മുകളിൽ കയറിയിരിക്കുന്ന സമയത്ത് ഈ മംഗൂസ് അല്ലേ 4 കോർണേഴ്സിലും 4 മുക്കിലും ഇങ്ങനെ പെട്രോളിംഗ് ചെയ്യുന്നത്, റോന്ത് ചുറ്റുന്നത് കാണാൻ കഴിയും. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് എൻ എഗ്. ഒരു ദിവസം ഞാൻ കണ്ട കാഴ്ച, ഐ സോ ഹിം വിത്ത് എൻ എഗ് ഇൻ ഹിസ് മൗത്ത്. അവൻ്റെ വായിലൊരു എഗ് ഉണ്ട് അല്ലേ, ഒരു കോഴിമുട്ട ഉണ്ട്. എന്താണ്? ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ്. എനിക്കറിയാം അത് അവന് എവിടെ നിന്ന് എടുത്താണ്, ആ ഒരു കോഴിക്കൂട്ടിൽ നിന്ന് പോയി എടുത്തായിരിക്കാം. ബട്ട് ഹി ഹാഡൻ ഹാർം ദ ബേർഡ്സ്. പക്ഷെ ഒരിക്കലും കോഴികളെ അവിടെയുള്ള പക്ഷികളൊന്നും ഉപദ്രവിക്കാറില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് he kept the snakes away from the house. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഒരിക്കലും ഈ കോഴിക്കൂട്ടിൽ നിന്ന് കോഴിമുട്ട മോഷ്ടിക്കുന്നതിനോട് ഈ മംഗൂസിനെ ഉപദ്രവിക്കാറോ ചീത്ത വിളിക്കാറോ ഒന്നുമില്ല. കാരണം അവർക്ക് ഫോർഗീവ് കൊടുക്കും, മാപ്പ് കൊടുക്കും. കാരണം kept the snakes away from the house, വീട്ടിൽ പാമ്പുകൾ കയറാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ കീരിയാണ്. അതുകൊണ്ട് മംഗൂസിനെ ഫോർഗീവ്, മാപ്പ് കൊടുക്കാറുണ്ട് മുത്തശ്ശി. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കൂ. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. ഇനി പറയാൻ പോകുന്നത് ഗ്രേ സ്ക്വിറലിൻ്റെയും വൈറ്റ് റാറ്റിൻ്റെയും കഥയാണ്. അതായത് ഈ ബനിയൻ ട്രീ എന്ന് പറയുന്നത് ഈ ഗ്രേ സ്ക്വിറൽ ചാര നിറത്തിലുള്ള അണ്ണാൻ്റെയും വൈറ്റ് റാറ്റ് വെള്ള എലിയുടെയും കഥയുടെ കഥാപശ്ചാത്തലം കൂടിയാണ്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്. ആ വെള്ള എലി മുത്തശ്ശൻ്റെയാണ്. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അണാസ്. 4 അണയ്ക്ക് ബസാറിൽ നിന്ന് മേടിച്ചാണ് മുത്തശ്ശൻ ഈ ഒരു വെള്ള എലിയെ. But I would often take it with me into the roots and branches of the old tree. ചില സമയങ്ങളിൽ ഓഫൺ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു വെള്ളരിയുമായിട്ട് ഞാൻ ഇവിടെ പോകാറുണ്ട്. ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ, ആ ഒരു ബനിയൻ ട്രീയുടെ താഴത്തേക്ക് റൂട്ട്സിൻ്റെയും ബ്രാഞ്ചസിൻ്റെ അടുത്തേക്ക് ഞാൻ പോകാറുണ്ട്. ബനിയൻ ട്രീ or it soon struck up a friendship with one of the squirrels. അവിടുന്ന് ഈ വെള്ളേലി അവിടെയുള്ളൊരു സ്ക്വിറലുമായിട്ടൊരു ചങ്ങാത്തം കൂടി. They would go off together on the little excursions among the branches. അവർ രണ്ടുപേരും അവിടെ ആ ശിഖരങ്ങളിലൊക്കെ പതിയെ രണ്ടുപേരും ഇങ്ങനെ അവിടെ ചുറ്റി നടക്കാൻ പോവാറുണ്ടായി. Then the squirrel started building a nest. അങ്ങനെ ഈ അണ്ണാൻ എന്ത് ചെയ്തു, കൂടുണ്ടാക്കാൻ തുടങ്ങി. At first she tried building it in my pockets. ആദ്യമായിട്ട് കൂടുണ്ടാക്കിയത് എൻ്റെ പോക്കറ്റിനകത്താണ്. And when I went indoors and changed my clothes, ഞാൻ ഒരിക്കൽ വീടിനകത്ത് വന്നു ഡ്രസ്സ് മാറുന്ന സമയത്ത് I would find straw and grass falling out. പെട്ടെന്ന് തന്നെ എൻ്റെ ഷർട്ടിൽ നിന്ന്
ഇല്ലേ സ്ട്രോ അതായത് വൈക്കോലും ഗ്രാസ് പുല്ലുകളൊക്കെ എൻ്റെ പോക്കറ്റിൽ നിന്ന് താഴത്തേക്ക് ചാടി. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിംഗ്. ഒരു ദിവസം മുത്തശ്ശിയുടെ തയ്ക്കുന്ന തുണി കാണാനില്ല. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവരിവോർ ബട്ട് വിത്തൗട്ട് സക്സസ്. ഞങ്ങൾ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. പിറ്റേ ദിവസം ഞാൻ ബനിയൻ ട്രീയുടെ മുകളിൽ കയറിയപ്പോൾ എന്തോ തിളങ്ങുന്ന പോലെ കണ്ടു അല്ലേ. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ഞാൻ അത് അന്വേഷിച്ചപ്പോൾ പരിശോധിച്ചപ്പോൾ ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റിൽ നിറ്റിംഗ് നീഡിൽ. അതായത് മുത്തശ്ശി തുന്നുന്ന ആ നീഡിൽ, ആ സൂചി അടക്കം ആ ആൽമരത്തിന്റെ മുകളിലുണ്ട്. ഓൺ ലുക്കിംഗ് ഫർദർ, ഞങ്ങൾ കൂടുതൽ അവിടെ അന്വേഷിച്ചപ്പോൾ, ഞാൻ കൂടുതലായിട്ട് തിരഞ്ഞപ്പോൾ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. അവിടെ മുത്തശ്ശി തയ്ക്കുന്ന എല്ലാ വസ്തുക്കളും അതിനകത്തുണ്ട്. ആൻഡ് amongst the wool, ആ കമ്പിളിയുടെ അകത്തായിട്ട് were the 3 baby squirrels, all of them white. 3 വെള്ള അണ്ണാൻകുട്ടികൾ അവിടെ കണ്ടു. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. മുത്തശ്ശി ഒരിക്കലും ഇതിനു മുമ്പ് വെള്ള അണ്ണാൻകുട്ടികളെ കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ് അറ്റ് ദം ഇൻ വണ്ടർ. വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾ അതിൽ നോക്കി നിൽക്കണം, കാരണം ഒരിക്കലും വെള്ള അണ്ണാൻകുട്ടികളെ കണ്ടിട്ടില്ല. വി വർ പസിൽ ഫോർ സം ടൈം, കുറച്ചു നേരം ഞങ്ങൾ തമാശയിലായിരുന്നു. ബട്ട് വെൻ ഐ മെൻഷൻ ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വന്റ് വിസിറ്റ് ടു ദ ട്രീ, അപ്പോൾ ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഈ വെള്ള എലിയുമായിട്ട് ആൽമരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ഈ വെള്ള അല്ലേ അണ്ണാൻകുട്ടികളുടെ അച്ഛൻ ആരായിരിക്കും? ആ സ്ക്വിറലായിരിക്കും അല്ലേ. ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ അല്ലേ, ആ എലി ആയിരിക്കും ആ അണ്ണാൻകുട്ടികളുടെ അച്ഛൻ. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വർ റിലേറ്റഡ് ടു ഈച്ച് അതർ അല്ലേ. ഈ എലികളും അതുപോലെ സ്ക്വിറൽസ് അണ്ണാനും എന്താണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ. ഹി സെഡ് ആൻഡ് സോ ഇറ്റ് വാസ് ക്വിറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിങ്. സ്വാഭാവികമായിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ വെള്ള എലിയും അതുപോലെ ചാരനിറത്തിലുള്ള അണ്ണാനും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായതാണ് ഈ വെള്ള അണ്ണാൻകുട്ടികൾ. അപ്പോൾ വെള്ള അണ്ണാൻകുട്ടികൾ പൊതുവെ സാധാരണമായിട്ട് കാണില്ല. അപ്പോൾ അസാധാരണമുള്ള സംഭവം അവിടെ സംഭവിച്ചു എന്ന് പറയുകയാണ് അല്ലേ. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വിറൽസ്, വെള്ള അണ്ണാൻകുട്ടികൾ. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ മുഴുവനായിട്ട് പറയുന്നത് ആ ആൽമരവുമായി ബന്ധപ്പെട്ട റസ്കിൻ ബോണ്ടിന്റെ ഓർമ്മകളാണല്ലേ. അവിടെ വരുന്ന അണ്ണാൻകുട്ടിയുമായിട്ട് ആദ്യം ചങ്ങാത്തിലാവുന്നതും, അവിടെ ഈ സ്പ്രിംഗ് സീസണിൽ പല പക്ഷികൾ പറന്നു വരുന്നതും, അവർ ആ കായ്ഫലങ്ങൾ തിന്നുന്നതും, അവിടെ കാണുന്ന കാഴ്ചകളും, അതിനിടയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കോബ്രയുടെയും മംഗൂസിന്റെയും ഫൈറ്റും, അവസാനം ഈ വെള്ള സ്ക്വിറൽസും അല്ലെ വെള്ള അണ്ണാൻകുട്ടികൾ, ഇതൊക്കെ അയാളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പഴയകാല ബാല്യകാല സ്മരണകളാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. അപ്പോൾ റസ്കിൻ ബോണ്ടിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് ഈ ഒരു അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻ ട്രീയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.